പിന്നിലെ വീലുകളാണ് ഇപ്പോൾ ലൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്ക് അത് നീക്കാൻ സാധിക്കും. അതിൽ ഒരു ടയറിൽ മാത്രമാണ് എയർ ഉള്ളത്, മറ്റ് ടയറിൽ പോലും എയർ പോലും ഇല്ല എന്ന് തോന്നുന്നു. കാര്യം അത് പൂർണ്ണമായും പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണല്ലേ ദീപക്? അതെ, ഡ്രൈവർ ക്യാബിൻ, ഡ്രൈവർ ഭാഗം വലതുവശം പൂർണ്ണമായിട്ടും അതിൻ്റെ ടയറുകളൊക്കെ തകർന്നു പോയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഇന്നർ സൈഡിലുള്ള ടയറുകൾ, രണ്ട് വീല് വരുന്ന ആ ഭാഗത്ത് പുറകുവശത്ത് അതിലെ ഇന്നർ സൈഡിലുള്ള ടയറുകൾക്ക് അത്ര കണ്ട് കേടുപാടുകളില്ല എന്നുള്ളതാണ് തോന്നുന്നത്. പക്ഷേ പുറത്തേക്ക് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്ന ടയറുകളെല്ലാം പൂർണ്ണമായും അത് തകർന്നു പോയിട്ടുണ്ട്. അത് നമ്മൾ രാവിലെ പറഞ്ഞതുപോലെ തന്നെ നിരങ്ങി വന്നതാകാനാണ് സാധ്യത. അല്ലാതെ അങ്ങനെ ടയറുകൾ വളരെ മിടുക്കന്മാരായിട്ടുള്ള മെക്കാനിക്കുകൾ നമ്മുടെ ഈ പരിപാടിയുടെ താഴെ വന്ന് കമൻ്റ് ഇടുന്നുണ്ട്. വളരെ മിടുക്കന്മാരാണ് നമ്മുടെയൊക്കെ നാട്ടിലെ നമ്മളുടെ മെക്കാനിക് സ്റ്റാഫുകൾ. അവരിൽ ഒരാൾ പറയുന്നത് എയർ ടാങ്ക് കാലിയായാൽ ഓട്ടോമാറ്റിക്കായി വീൽ ലോക്ക് ആവും. അതുകൊണ്ട് എയർ കഴിഞ്ഞാൽ വാഹനം ചലിക്കാതിരിക്കാനുള്ളൊരു മെക്കാനിസമാണിത്. ഇപ്പോൾ എയർ ടാങ്ക് കാലിയായി കാണും, ഇത്രയും ദിവസമായില്ലേ. അതുകൊണ്ട് വീൽ സ്വാഭാവികമായും ടൈറ്റ് ആവും. ബൂസ്റ്റർ ലൂസ് ചെയ്താൽ മാത്രമേ ഫ്രീ ആവത്തുള്ളൂ എന്നൊരു പ്രേക്ഷകൻ പറയുന്നു. ഇതൊക്കെ ഒരുപക്ഷെ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മെക്കാനിക്കുകൾക്ക് അറിയുമായിരിക്കും അല്ലേ ദീപക്? അതെ, അവർക്കറിയാം, അവർക്കത് പറയാം. പക്ഷേ ഇവിടെ നിന്ന് ഇത് പറയുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇത് നമുക്ക് ടെക്നിക്കലി ഇത് പറയാൻ അറിയാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നമുണ്ട്. എങ്കിൽ പോലും നമുക്കിവിടുന്ന് കാണുന്ന കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ച് നൽകുക എന്നുള്ളതാണ്. അവർ പറഞ്ഞതുപോലെയൊക്കെ ആണ് ഏറെക്കുറെ നമുക്കും ഇവിടെ നിന്ന് മനസ്സിലാകുന്നത്. കാരണം ആ പുറകുവശത്തെ 4 വീലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവൃത്തികൾ തന്നെയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ആ ചേമ്പറോ അല്ലെങ്കിൽ ബൂസ്റ്റർ എന്ന് പറയുന്ന ആ പാർട്ടോ ഒക്കെ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കാം എന്ന് അനുമാനിക്കുന്നു. ആ മേഖലയിൽ തന്നെയാണ് മെക്കാനിക്കുകൾ സജീവമായി തന്നെ പരിപാടികൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഇവിടെ മറുവശത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ ക്യാബിൻ്റെ പാർട്ടിൽ അവിടെ അതിൻ്റെ പോർഷൻ കട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടൊക്കെയാണെന്ന് തോന്നുന്നു ചില ചർച്ചകൾ കൂടി നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഫ്രണ്ട് ഭാഗത്ത് നിന്ന് പുറകിലേക്ക് തള്ളിയ നിലയിലാണുള്ളത്. അത് സ്വാഭാവികമായും കട്ടർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എടുക്കേണ്ടി വരും. അല്ലാത്ത പക്ഷം ആ ഭാഗത്ത് അതിനകത്തുള്ള സാധന സാമഗ്രികളൊന്നും തന്നെ എടുക്കാൻ കഴിയുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകില്ല. അർജുനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പല കാര്യങ്ങളും അതിനകത്ത് ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ജിതിനും പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരികെ എടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് കൂടി പോകേണ്ടിയും വരുമെന്നുള്ളതാണ്. സ്പാനറിന്റെ വലിപ്പം പോലും പറയുന്ന പ്രേക്ഷകരുണ്ട്. അത്ര എക്സ്പേർട്ടുകളാണ് നമുക്കൊപ്പം ഈ റിക്കവറി പ്രോസസ്സ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എക്സ്ക്ലൂസിവിറ്റി പറയുന്നു 14 സ്പാനർ ഉപയോഗിച്ചാണ് ഈ പണി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വണ്ടിയുടെ മുൻഭാഗം ഉയർത്താതെ പിൻഭാഗം മാത്രം ഉയർത്തി ലോറി തല കീഴായി റോഡിലേക്ക് മറിച്ചിടാൻ പറ്റില്ല എന്നൊരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്. റിക്കവറി വണ്ടിയിലെ റോപ്പ് ബാക്ക് സൈഡിൽ ഘടിപ്പിച്ച് വലിച്ചാൽ വണ്ടി തിരിഞ്ഞു വരും. പിന്നെ ഈസിയായി ബ്രേക്കിൻ്റെ പ്രശ്നമില്ലാതെ പൊന്തിച്ച് കയറ്റാൻ പറ്റില്ലേ എന്നൊരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്. എയർ ടാങ്കിൻ്റെ ബൂസ്റ്റർ ഒഴിവാക്കൂ, വീൽ ലൂസ് ആവും എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്കൊന്നു മിക്കവാറും മെക്കാനിക്കുകളെല്ലാം നമ്മുടെ യൂട്യൂബിൽ വന്ന് കമൻറ്റ് ചെയ്യുന്ന മെക്കാനിക്കുമാർ മിടുക്കന്മാരായിട്ടുള്ള മെക്കാനിക്കുകൾ പറയുന്നത് ഈ ബൂസ്റ്റർ ഒന്ന് ലൂസ് ചെയ്യുക. ബൂസ്റ്റർ ഒന്ന് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബ്രേക്ക് റിലീസ് ചെയ്യാൻ സാധിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഭാരത് ബെൻസിൻ്റെ കമ്പനിയിൽ വിളിച്ചാൽ ഇവരൊക്കെ ഇത് പറഞ്ഞു കൊടുക്കില്ലെന്ന് ചോദിക്കുന്നു. എനിക്കൊന്നും അതിൽ സാങ്കേതിക വൈദഗ്ധ്യത്തിൻ്റെ പ്രശ്നമില്ലെന്ന് തോന്നുന്നു. അവർ 4 ടയറുകളിലെ എയർ ചേമ്പറുകളിലെ ബൂസ്റ്ററുകളും ഇപ്പോൾ ലൂസാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ വെള്ളത്തിൽ വീണ് കിടന്ന വണ്ടിയാണ്. ചില ഭാഗങ്ങളെങ്കിലും ചെറുതായിട്ടൊക്കെ തുരുമ്പെടുത്തിട്ടുണ്ടാവാം അല്ലേ? അപ്പോൾ അതുകൊണ്ട് അത്ര പെട്ടെന്ന് ഈ ബോൾട്ടും നട്ടും ഒന്നും റിലീസ് ചെയ്യുന്നത് എളുപ്പമായിരിക്കില്ലല്ലേ ദീപക്? എനിക്ക് തോന്നുന്നു അത് അവർ ആ പുറകുവശത്തു നിന്നുള്ള പ്രവൃത്തികൾ പൂർത്തിയാക്കി. ഇപ്പോൾ ഫ്രണ്ട് ക്യാബിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ഭാഗത്തൊരു പരിശോധന കൂടി നടത്തുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇനി അവിടെ എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യേണ്ടതുണ്ടോ എന്നറിയില്ല. അതിൽ നിന്ന് ഏറെക്കുറെ ആ ടെക്നീഷ്യന്മാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. 2 പേർ കൂടി അവശേഷിക്കുന്നുള്ളൂ. അവരിപ്പോൾ ഇനി അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു ക്രെയിൻ്റെ ഓപ്പറേറ്ററും ആ ക്രെയിനിലേക്ക് പോകുന്നുണ്ട്. അതായത് കഴിഞ്ഞിരിക്കുന്നു ഈ എയർ ചേമ്പറുകളിലെ ബൂസ്റ്ററുകൾ ലൂസാക്കി വീലുകൾ ഇപ്പോൾ റിലീസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ വീണ്ടും മുകളിലേക്ക് പുള്ളി ചെയ്യാനുള്ള ശ്രമം നടക്കുകയാണ്. അപ്പോൾ മുകളിലേക്ക് പുള്ളി ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇനി വീൽ ലൂസാണെങ്കിൽ ബ്രേക്ക് റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എളുപ്പം തന്നെ മുകളിലേക്ക് എത്തിക്കാൻ സാധിക്കും. വേറെ തടസ്സമൊന്നുമില്ലെന്ന് തോന്നുന്നു അല്ലേ ദീപക്? ഇല്ല, അതിൽ നിന്ന് ടെക്നീഷ്യൻസ് ഒക്കെ ഇപ്പോൾ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. പക്ഷെ അവർ എന്തോ ഒരു സംശയമുള്ളത് പോലെയുണ്ട്. അവർ ക്യാബിൻ പാർട്ട് കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട്. അത് എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്നുള്ളത് ചില പരിശോധനകൾ കൂടി ഈ മേഖലയിൽ നടക്കുന്നു.
ഇല്ല ക്യാബിനകത്തേക്ക് കയറാൻ കഴിയില്ല എന്ന് മാത്രമല്ല അതിനകത്തേക്ക് നമ്മുടെ ഒരു കൈ കടത്താൻ പോലുമുള്ള ഒരു ഗ്യാപ്പ് പലയിടങ്ങളിലും കാണാനില്ല എന്നുള്ളതാണ്. അങ്ങനെ ആ തകരം ഷീറ്റുകൾ അല്ലെങ്കിൽ ഇരുമ്പ് ഷീറ്റുകൾ പൂർണ്ണമായിട്ടും അമർന്നിരിക്കുന്ന അവസ്ഥയാണുള്ളത്. നമുക്ക് ഇന്ന് രാവിലെ നമ്മൾ കാണിക്കുമ്പോൾ അതിൻ്റെ ആ ക്ലച്ചും ആക്സിലേറ്ററും ഒക്കെ വരുന്ന ആ പെഡലിൻ്റെ പോർഷൻ ഉണ്ടല്ലോ, അവിടേക്ക് പോലും ആ ഒരു ആഘാതമേറ്റിട്ടുണ്ട്. അത് ഏറെക്കുറെ പ്ലാറ്റ്ഫോമുമായിട്ട് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന നിലയിലേക്കാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ വലിയ രീതിയിൽ അത് അമർന്നു പോയിട്ടുണ്ട്, ചളുങ്ങി പോയിട്ടുണ്ട്. അതുകൊണ്ട് അതിനകത്ത് കയറി ഒന്നും സാധ്യമല്ലാത്ത സ്ഥിതിവിശേഷമുണ്ട്. ഇപ്പോൾ ഏറെക്കുറെ ആളുകൾ ഇവിടെ നിന്നും മാറുന്നുണ്ട്, പക്ഷേ ക്രെയിന് ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല.